വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിലെ 15ഉം 16ഉം പുസ്തകങ്ങളാണ് എസ്രായും നെഹമിയായും. ഈ രണ്ട് പുസ്തകങ്ങളും ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിലെ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ്. BC 538 ബാബിലോൺ സാമ്രാജ്യം പേർഷ്യക്കാർക്ക് കീഴടങ്ങി. പ്രവാസികളായ യഹൂദർക്ക് ജെറുസലേമിലേക്ക് തിരിച്ചു പോകുന്നതിനും അവിടെ ചെന്ന് ദേവാലയം വീണ്ടും നിർമ്മിക്കുന്നതിനും അനുവദിക്കുന്ന വിളംബരം പേർഷ്യൻ രാജാവായ സൈറസ് പുറപ്പെടുവിച്ചതായി 2 ദിനവൃത്താന്തത്തിൻ്റെ അവസാന ഘട്ടികയിൽ നാം വായിച്ചു. തിരിച്ചുപോയ ആദ്യ ഗണം പ്രവാസികൾ BC 515 ദേവാലയം പണിതീർത്ത് പ്രതിഷ്ഠിച്ചു. പേർഷ്യൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ നിയമജ്ഞനായ എസ്ര മോശയുടെ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള ആധികാരിക രേഖകളോടെ രണ്ടാമതൊരു ഗണം പ്രവാസികളോടൊത്ത് ജെറുസലേമിലെത്തുന്നു. പേർഷ്യ രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്ന നെഹമിയ രാജാവിൻ്റെ ഉന്നത സ്ഥാനപതിയായി നിയമിതനായി. എസ്രായും നെഹമിയായും മതനവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബാബിലോൺ പ്രവാസത്തിന് ശേഷമുള്ള യഹൂദരുടെ പുനരുദ്ധാരണത്തെ പറ്റിയുള്ള ഏറ്റവും പ്രധാന രേഖകളാണ് ഈ ഗ്രന്ഥങ്ങൾ. എസ്രായുടെ പുസ്തകത്തിലെ ആദ്യത്തെ 6 അധ്യായങ്ങൾ ബാബിലോൺ പ്രവാസത്തിൽ നിന്നും ജെറുസലേമിലേക്ക് വന്ന ആദ്യ ഗണത്തിലെ ജനങ്ങൾ ദേവാലയ നിർമ്മാണത്തിൽ അനുഭവിച്ച കഷ്ടതകളാണ്. 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ അവരുടെ ആധ്യാത്മിക നവോത്ഥാനത്തെ വിവരിക്കുന്നു. നെഹമിയ ജെറുസലേമിൽ തിരിച്ചെത്തുന്നത്, ജെറുസലേം മതിൽ പണിയുന്നത്, എസ്രായുടെ നിയമഗ്രന്ഥ വായന, ഉടമ്പടി നവീകരണം എന്നിവയാണ് നെഹമിയയുടെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. സെറുബാബേൽ, യേശുവ, നെഹമിയ, സെറായിയ, റേലായ, മൊർദെക്കായ്, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായ്, റഹൂം, ബാന എന്നീ നേതാക്കളാണ് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനങ്ങളെ പ്രവാസത്തിൽ നിന്നും തങ്ങളുടെ പട്ടണമായ ജെറുസലേമിൽ തിരിച്ചെത്തിച്ചത്. യൂദയായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും കർത്താവിനാൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.